നവംബർ 30, 2021 ട്യൂസ്ഡേ ഒരു 10 മണിക്ക്, രാവിലെ 10 മണിക്കാണ് അബ്രാം ജനിച്ചത്. തലേന്ന് ഉച്ച മുതൽ എൻ്റെ വയറൊന്ന് ടൈറ്റ് ആവണ പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ വയറിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ബേബി ലാസ്റ്റ് സ്കാനിങ്ങിൽ ബേബി തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 1 വീക്ക് വെയിറ്റ് ചെയ്യാം, തിരിയോന്ന് നോക്കാം, അല്ലെങ്കിൽ തിരിയാനുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊസീജിയർ ചെയ്യണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ ഞാൻ മാക്സിമം യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ആക്ച്വലി യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 1 വീക്കും കൂടി കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണി തൊട്ട് എനിക്ക് നല്ല പെയിൻ വരാൻ തുടങ്ങി. അത് വലിയ പെയിനില്ല, ചെറിയ രീതിയിൽ പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചു. ആസ്റ്ററിൽ ടീന ഡോക്ടറാണ്. ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക്, ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇക്കാക്കയും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിയെടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ പോയിട്ട് വരും, വന്നിട്ട് പൊന്നിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം, കാരണം പൊന്നുള്ളത് കൊണ്ട് എനിക്ക് പോയിട്ട് പെട്ടെന്ന് വരണം, അഡ്മിറ്റ് ആവാനായിട്ടല്ല പോകണമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ റെഡിയായി ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങുന്ന ആ ടൈമിൽ ഞാൻ ഭയങ്കര സ്ലോലിയാണ് റെഡിയായത്. ആ ഒരു ടൈമിൽ എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ബാഗൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോൾ പിന്നെ പെയിൻ നല്ലപോലെ കൂടിയപ്പോൾ ഇക്കാക്കായും കുറച്ച് ടെൻഷനായി. ഞാനും ഇക്കാക്കായും മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഉമ്മച്ചി പൊന്നായിട്ട് നമ്മൾ അത്ര വിചാരിച്ചില്ല ആ ഒരു ടൈമിലാവുമെന്ന്. പൊന്നായിട്ട് വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ മാത്രമായിട്ടാണ് പോയത്. ഒരു 6 മണിയായപ്പോൾ ഹോസ്പിറ്റലിലെത്തി. രാവിലെ 6 മണിയായപ്പോൾ ഹോസ്പിറ്റലിലെത്തി. നല്ല സ്പീഡിലായിരുന്നു കേട്ടോ പോയത്. ഒരു സീനൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞ് നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ ടീന ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ റൂം റെഡിയാക്കിക്കോ, ആളുടെ കുട്ടി ടേൺ ചെയ്യാത്തത് കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററും ഒന്ന് റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടൈമിലും ഡോക്ടർ വന്നിട്ട് ഒന്ന് ലാസ്റ്റ് സ്കാൻ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ടേൺ ചെയ്തിട്ടുണ്ട്, അതായത് തിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ നോർമലായിട്ട് നടക്കും എന്ന് പറഞ്ഞു. ഡോക്ടർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എപ്പോഴാണ് എപ്പിഡ്യൂറൽ എടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഫസ്റ്റ് തന്നെ എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോയത്, പെയിൻ വരുമ്പോൾ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ 6 സെൻറ്റിമീറ്ററോളം ഡയലേഷൻ സംഭവിച്ചിട്ടുണ്ട്, സോ ഇനി എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കഴിയും, പേടിക്കേണ്ട, ഒരു ഹാഫ് ആൻ അവർ അതിനുള്ളിൽ കഴിയുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനപ്പോൾ പല പ്രാവശ്യം ഒന്ന് എടുക്കുക ഡോക്ടർ പ്ലീസ് എപ്പിഡ്യൂറൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 7:30 ആയി. അങ്ങനെ 10 മണിയായപ്പോൾ അബ്രാം വന്നു. ആ ഒരു പ്രൊസീജിയറിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ടീന ഡോക്ടർ ചോദിച്ചത് ഫസ്റ്റ് ബേബി എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഗേൾ ബേബി ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ സെക്കൻഡ് ബേബി ബോയ് ബേബി ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബേബീനെ എൻ്റെ ദേഹത്ത് വെച്ചു. അപ്പം ഞാനിങ്ങനെ ഒരു ചെറിയ ഉമ്മൊക്കെ കൊടുത്തു. എന്നിട്ട് ഡോക്ടർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സേഫ് ഫീലിംഗ് ആണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ടീന ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പോട്ടോ. പിന്നെ ഡോക്ടറായിട്ട് നല്ലൊരു കണക്ഷനാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും പുറത്ത് കൊണ്ടുപോയി കുട്ടീനെ കാണിച്ചു. ആ ഒരു ടൈമിൽ പിന്നെ എല്ലാ പ്രൊസീജിയേഴ്സും നോർമൽ പോലെ തന്നെ സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് ഒബ്സർവേഷനിൽ വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ബേബീനെയും കൊണ്ടാണ് പോയത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് എൻ്റെ ഒരു അബ്രാമിൻ്റെ ഡെലിവറിയിലുള്ള ഒരു ഓർമ്മ.